ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വന്ന് നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വൈകുന്നേരങ്ങൾ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് അതിന് വേണ്ടത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. അതിനായിട്ട് ആദ്യമായിട്ട് പാൻ എടുത്ത് അതിൽ എണ്ണ ഒഴിക്കുക. ശേഷം വെളുത്തുള്ളി ഇട്ട് വഴറ്റുക. അത് നന്നായി വഴന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ ഇഞ്ചിയാണ്. നന്നായി വഴറ്റുക. ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും നന്നായി വഴറ്റുക. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായി വന്നു കഴിഞ്ഞാൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ശേഷം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി ശേഷം വാങ്ങി വെക്കുക. ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ബന്ന് നിറച്ചതാണല്ലോ, അപ്പോൾ നമുക്ക് ബന്നെടുക്കുക. ചെറുതായി ഇതുപോലെ ഞാൻ ഇടുന്ന പോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഹോൾസ് ഉണ്ടാക്കാം. ഒരു ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ പോർഷൻ ഉണ്ടല്ലോ അത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക. ശേഷം അതിലേക്ക് മസാല നിറക്കുക. ഞാനിവിടെ മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടൻ്റെ കൂടെ ചിക്കനും ചേർക്കാം. ഇത് നിറച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പോർഷനില്ലേ, ബ്രെഡിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത അത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സാക്കുക. നല്ലോണം മിക്സാക്കി നമ്മൾ ഒരു അവിടെ ഒരു പശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ. അത് നമ്മൾ മുറിച്ച ഭാഗത്തുനിന്ന് മസാല വീഴാത്ത വിധം അവിടെ ഒട്ടിച്ച് വെക്കുക. അങ്ങനെ എല്ലാ ബ്രെഡും നമ്മൾ ഇതുപോലെ ചെയ്ത് വെക്കുക. ശേഷം നമുക്കൊരു ബൗളെടുക്കാം. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക. നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബ്രെഡ് ഈ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് നമുക്ക് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ ബന്നും വെച്ച് കൊടുക്കുക. മുട്ടയിലേക്ക് നല്ലോണം എല്ലാ ഭാഗത്തെത്തുന്ന രീതിയിൽ കോട്ട് ചെയ്യട്ടോ. അത് ഒന്ന് മൊരിഞ്ഞ് വരുന്ന ടൈമിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ ബന്നും തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബന്നിങ്ങനെ സൈഡൊക്കെ ഒന്ന് മുരിച്ചെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ ആ മുട്ടൻ്റെ ഒരു പച്ച ചൊയ ഉണ്ടാവും. അത് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ നല്ല ബന്ന് നിറച്ചത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ മക്കൾ സ്കൂളിൽ വിട്ട് വരുന്ന ടൈമിനൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.